ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ, നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ എതിര് നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല. എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരസംഘടനയായിട്ടുള്ള അമ്മ വീണ്ടും വലിയ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറിയിരിക്കുകയാണല്ലേ. സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമ്മ വാർത്തകളിൽ നിറയുന്നത് സിനിമാ വിശേഷങ്ങൾ കൊണ്ടൊന്നുമല്ല, വിവാദങ്ങൾ കൊണ്ടാണ്. നടിയെ ആക്രമിച്ച കേസ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, മോഹൻലാലിൻ്റെ രാജി, തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ, ഇപ്പോൾ അതിലേക്ക് പുതിയൊരു അധ്യായം കൂടി ചേർന്നിരിക്കുകയാണ്. അൻസിബ ഹസൻ, ടിനി ടോം, ലക്ഷ്മിപ്രിയ, ശ്വേത മേനോൻ, ഷോക്കോസ് നോട്ടീസ്, ജിഹാദി പരാമർശാരോപണം, പോലീസ് പരാതി, സ്വതന്ത്ര അന്വേഷണ സമിതി ആവശ്യം തുടങ്ങി ഇതെല്ലാം ചേർന്ന് അമ്മയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന് പലർക്കും മനസ്സിലാവാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും വിശദമായി നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വെറും രണ്ട് അഭിനേതാക്കൾ തമ്മിലുള്ള തർക്കമല്ല. അതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വാർത്തയായി വന്നു പോയേനെ. പക്ഷേ ഇവിടെ പ്രശ്നമുയരുന്നത് അമ്മയുടെ ഔദ്യോഗിക നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും വലിയ ചർച്ചയായി മാറിയത്. ഈ കഥയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് അൻസിബ ഹസനാണ്. ദൃശ്യം സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ അൻസിബ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. കാരണം പുറത്തു നിന്നും ആരോപണം ഉന്നയിക്കുന്ന ഒരാളല്ല അൻസിബ, സംഘടനയുടെ അകത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ്. യോഗങ്ങളിലും തീരുമാനങ്ങളിലും നേരിട്ട് പങ്കെടുത്ത ഒരാൾ. അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് സ്വാഭാവികമായും കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. കഴിഞ്ഞ വർഷങ്ങളിലാണ് അൻസിബയുടെ ആരോപണങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത്. സംഘടനയ്ക്കുള്ളിൽ തന്നെ തനിക്കെതിരെ ചിലർ പ്രവർത്തിച്ചുവെന്നും പല വിഷയങ്ങളിലും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് അൻസിബ ആരോപിക്കുന്നത്. ഒരു സംഘടനയ്ക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണമാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന ആരോപണങ്ങൾ സാധാരണ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് വിഷയം കൂടുതൽ ഗൗരവമാകുന്നത്. ഏറ്റവും കൂടുതൽ ചർച്ചയായത് ജിഹാദി പരാമർശ ആരോപണമാണ്. ഇവിടെയാണ് വിവാദം പൂർണ്ണമായും മറ്റൊരു തലത്തിലേക്ക് പോകുന്നത്. കാരണം കേരളത്തിൽ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴും അതീവ സെൻസിറ്റീവാണ്. അൻസിബയുടെ ആരോപണം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച തുടങ്ങി. അതേസമയം ടിനി ടോമിന്റെ പേര് ഈ വിവാദത്തിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ സജീവമാകുകയും ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് ടിനി ടോം. അൻസിബയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. പക്ഷേ ടിനി ടോം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തെറ്റായ പ്രചരണമാണ് നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇതോടെയാണ് വിവാദം കൂടുതൽ സങ്കീർണമാകുന്നത്. കാരണം ഒരു വശത്ത് ഗുരുതര ആരോപണങ്ങൾ, മറുവശത്ത് പൂർണ്ണ നിഷേധം. ഇവിടെയാണ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തുന്നത്. ലക്ഷ്മിപ്രിയയുടെ പ്രതികരണമാണ് പിന്നീട് വിഷയത്തെ കൂടുതൽ ചൂട് പിടിപ്പിച്ചത്. കാരണം അവർ അമ്മയുടെ വൈസ് പ്രസിഡന്റാണ്, അതായത് സംഘടനയുടെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗം. ലക്ഷ്മിപ്രിയ പറഞ്ഞത് ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ നിന്നും വളർന്നു വന്ന വിവാദമാണ് എന്നാണ്. അൻസിബ ഉയർത്തുന്ന ചില ആരോപണങ്ങൾ വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും അവർ പറഞ്ഞു. ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പോര് തുടങ്ങി. ഒരു വിഭാഗം അൻസിബയെ പിന്തുണച്ചു,
ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ കേൾക്കണം എന്നായിരുന്നു അവരുടെ വാദം. മറ്റൊരു വിഭാഗം ചോദിച്ചത് വേറൊരു കാര്യമാണ്. ആരോപണം ഉയർത്തിയാൽ മാത്രം പോരാ, തെളിവുകളും വേണമെന്ന്. ഇങ്ങനെ സോഷ്യൽ മീഡിയ രണ്ട് പക്ഷങ്ങളായി പിരിഞ്ഞു. ഇതിനിടെയാണ് പോലീസ് പരാതിയുടെ വിഷയവും പുറത്തുവരുന്നത്. ലക്ഷ്മിപ്രിയ നൽകിയ പരാതിയും അൻസിബ ഉന്നയിച്ച ആരോപണങ്ങളും വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇവിടെയാണ് പലരും ചോദിക്കാൻ തുടങ്ങിയത്, ഒരു താരസംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തുന്നത്? അവ സംഘടനയ്ക്കുള്ളിൽ തന്നെ പരിഹരിക്കാനാവുന്നതല്ലേ? സത്യത്തിൽ ഇതൊരു പുതിയ ചോദ്യമല്ല. അമ്മയെക്കുറിച്ച് വർഷങ്ങളായി ഉയരുന്ന ചോദ്യമാണ്. ഓരോ വിവാദം വരുമ്പോഴും ആളുകൾ ഇതേ ചോദ്യം ചോദിക്കും. അമ്മ ഒരു ക്ഷേമ സംഘടന മാത്രമാണോ, അല്ലെങ്കിൽ അതിനപ്പുറം വലിയ അധികാര കേന്ദ്രമാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഈ ചോദ്യങ്ങൾ കൂടുതൽ ശക്തമായി. സിനിമാ മേഖലയിലെ അധികാര ഘടനകളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകൾ പൂർണ്ണമായും അവസാനിക്കുന്നതിന് മുൻപാണ് ഇപ്പോഴത്തെ വിവാദവും ഉയരുന്നത്. അതാണ് അമ്മയ്ക്ക് കൂടുതൽ തിരിച്ചടിയാകുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശ്വേതാ മേനോന്റെ നിലപാട്. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ അവർ വളരെ സൂക്ഷ്മമായാണ് പ്രതികരിച്ചത്. പക്ഷേ ഒരു ഘട്ടത്തിൽ സീനിയർ അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയാൻ പോലും തയ്യാറാണ് എന്ന് അവർ പറഞ്ഞു. ഈ പ്രസ്താവന ചെറുതല്ല. കാരണം ഒരു സംഘടനയുടെ പ്രസിഡന്റ് ഇത്തരമൊരു പരാമർശം നടത്തുന്നത് സംഘടനയ്ക്കുള്ളിലെ സമ്മർദ്ദത്തിന്റെ തോത് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അമ്മ നേതൃത്വം പിന്നീട് ഷോക്കോസ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. അൻസിബയ്ക്കും ടിനി ടോമിനും ലക്ഷ്മിപ്രിയയ്ക്കും മറ്റു ചില അംഗങ്ങൾക്കും. ഇവിടെയാണ് വിഷയം പുതിയ വഴിത്തിരിവിലെത്തുന്നത്. ഒരു സംഘടന സ്വന്തം നേതാക്കൾക്കും അംഗങ്ങൾക്കും ഷോക്കോസ് നോട്ടീസ് നൽകുന്നു എന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? പ്രശ്നം വളരെ ഗൗരവമായ ഘട്ടത്തിലെത്തിയെന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം സാധാരണ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഷോക്കോസ് നോട്ടീസ് നൽകാറില്ല. സംഘടനയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് നേതൃത്വം കരുതുമ്പോഴാണ് ഇത്തരം നടപടികൾ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ അൻസിബയുടെ പ്രധാന ആവശ്യം സ്വതന്ത്ര അന്വേഷണ സമിതിയാണ്. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുവോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. കാരണം അൻസിബ പറയുന്നത് സംഘടനയ്ക്കുള്ളിലെ ആളുകൾ തന്നെ വിഷയം അന്വേഷിച്ചാൽ അത് നിഷ്പക്ഷമാകില്ല എന്നതാണ്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള സ്വതന്ത്ര സമിതി വേണമെന്നാണ് ആവശ്യം. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു, ഈ ആവശ്യം അംഗീകരിക്കുമോ? അല്ലെങ്കിൽ സംഘടനയുടെ ആഭ്യന്തര സംവിധാനങ്ങൾ തന്നെ അന്വേഷണം നടത്തുമോ? ഇതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഇത് വെറും വ്യക്തിപരമായ തർക്കമല്ല, അമ്മ എന്ന സംഘടനയുടെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ചർച്ചയായി ഇത് മാറിയിരിക്കുകയാണ്. അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയാൻ കഴിയുന്നുണ്ടോ? പരാതികൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ? നേതൃത്വം നിഷ്പക്ഷമാണോ? ഇതെല്ലാം ഇപ്പോൾ പൊതുചർച്ചയുടെ ഭാഗമാണ്. അടുത്ത ജനറൽ ബോഡി യോഗം നിർണായകമായേക്കും. അവിടെ എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ഈ വിവാദത്തിൻ്റെ ഭാവി തീരുമാനിക്കുക. അൻസിബയുടെ ആരോപണങ്ങൾ, ടിനി ടോമിൻ്റെ മറുപടി, ലക്ഷ്മിപ്രിയയുടെ നിലപാട്, ശ്വേതാ മേനോന്റെ നേതൃത്വത്തിന് മുന്നിലുള്ള വെല്ലുവിളി, ഇതെല്ലാം അവിടെ ചർച്ചയാകും. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൻസിബ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വതന്ത്രമായി അന്വേഷിക്കണോ? അല്ലെങ്കിൽ ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ വലുതാക്കി കാണിക്കുന്നതാണോ? കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ.